ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. റാഗി പുട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷും നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് റാഗി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഈ പൊടി ഒന്ന് വറുത്തിട്ടായിരിക്കണം എടുക്കുന്നത്. നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടി വറുക്കുന്നത് പോലെ തന്നെയാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സാധാരണ പുട്ടിനൊക്കെ നമ്മൾ പൊടി നനച്ചെടുക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ അതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ നനച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ നനച്ചെടുക്കണം. റാഗി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഫൈബറും കാൽസ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറഞ്ഞു കിട്ടും. നമുക്ക് ദിവസവും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് റാഗി എന്ന് പറയുന്നത്. ഇപ്പോൾ അതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഈ ഒരു രീതിയിലൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം നമ്മൾ എടുത്തൊഴിക്കരുത്. കയ്യിൽ കുറേശ്ശെ വെള്ളം എടുത്തിട്ട് തളിച്ചു കൊടുത്ത് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ അതാണ്ട് കുറച്ച് കട്ടകളൊക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ വെള്ളമൊക്കെ ഈ പൊടിയിൽ നല്ലതുപോലെ പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷും കൂടെ തയ്യാറാക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഇതാ കുറച്ച് കടുക് കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഒരു 7 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അത് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് ചേർക്കുന്നത്. മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ സവാള ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ അന്നേരം ചേർക്കാൻ വിട്ടുപോയിട്ടുള്ളായിരുന്നു. അപ്പോൾ അതാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അടച്ചു വെച്ചൊന്നും വഴറ്റുന്നില്ല. ഞാൻ ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് കൊടുത്തുകൊണ്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഒരുപാട് അങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂണിലും താഴെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തതിനെക്കാട്ടിൽ കൂടുതൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇത്രയുള്ള നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികൾ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ പൊടികളുടെ പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തക്കാളി ഒരുപാടൊന്നും വെന്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളപ്പിച്ച പയറാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ റാഗി പുട്ടിന് സൈഡ് ഡിഷ് തയ്യാറാക്കുന്നത്. രണ്ടും വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഈ മുളപ്പിച്ച പയറെന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ. നമ്മൾ സാധാരണ പയർ കഴിക്കുന്നതിനെക്കാട്ടിൽ ഇതുപോലെ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. പലർക്കും അറിയില്ല ഇതെങ്ങനെയാണ് മുളപ്പിച്ചെടുക്കണമെന്നുള്ളത്. എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ പയർ കുതിർക്കാൻ വെള്ളത്തിലിടാറില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇട്ട് വെക്കുക. നമ്മൾ രാവിലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇത് കുതിർന്ന് കിട്ടും. ഇനി വൈകിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ട് അത് സാധാരണ വെക്കുന്ന പോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ മുള വന്നിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. പലരും ചോദിക്കാറുണ്ട് ഇതിങ്ങനെ മുളച്ചു വരുന്നതിനായിട്ട് തുണിയിൽ കെട്ടി വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മാത്രം മതി. ഇനി ഇത് കുറച്ചുകൂടി നല്ലതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാൻ ആ പയറും കൂടെ നമ്മുടെ ആ മുളപ്പിച്ചെടുത്ത പയറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെള്ളമുണ്ട്.
അതും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ദാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ദാ പയറൊക്കെ വെന്ത് വന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്ന് വെന്ത് വരിക മാത്രമേ ആകാവൂ, ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. 4-5 മിനിറ്റ് മാത്രം നമ്മളിത് അടച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് ഡ്രൈ ആക്കുന്നതുമില്ല, കാരണം നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണല്ലോ. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. ഇത് നമ്മുടെ സാധാരണ പാലാണ് കേട്ടോ, നമ്മൾ ചായയൊക്കെ ഇടുന്ന പാലാണിത്. ഒരു 3 ടേബിൾ സ്പൂണോളം പാൽ എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാലായാലും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഈ പാലോ ഇല്ലെന്നുണ്ടെങ്കിലും സാധാരണ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇനി ഇത് തിളപ്പിക്കുക ഒന്നും ചെയ്യരുത്, ചെറിയ രീതിയിലൊന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് ഇതാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് തയ്യാറാക്കിയേക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കാം. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് തന്നെ കണ്ടില്ലേ, നമ്മുടെ പുട്ടുപൊടിയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ നല്ലതുപോലെ നനച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു 5 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ നമ്മുടെ ആ സൈഡ് ഡിഷ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് കുറച്ച് നേരം കൂടി ഇത് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് നനച്ച് കഴിഞ്ഞിട്ട് ഒന്നുകിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് വെക്കണം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി നമ്മൾ നനച്ച് വെക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചെറിയ ചെറിയ കട്ടകളുണ്ടല്ലോ, അത് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചു കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും, കാരണം വെള്ളമൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ ഇതേ രീതിയിൽ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാ പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയും കുറേശ്ശെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ തേങ്ങ ഇട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. ഞാൻ പക്ഷേ ആദ്യം ഇട്ട് കൊടുത്ത് ആ തേങ്ങ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതേ രീതിയിലൊന്ന് നിറച്ചു കൊടുക്കുക. ഈ ഒരു പുട്ടുകുറ്റിയുടെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ പൊടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശം ഒന്ന് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പ്രസ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുമ്പോഴേ നമ്മൾ സാധാരണ പുട്ട് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് സമയം കൂടി ഇത് വെച്ച് കൊടുക്കണം. ആവി വന്നാലും നമ്മൾ 1-2 മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യണം, കാരണം ഇതിന് കുറച്ച് വേവ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സൂപ്പറായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുട്ടാണിത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സൈഡ് ഡിഷും കൂടി ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. നല്ല സൂപ്പറാണ് കേട്ടോ ഇത് കൂട്ടി കഴിക്കാൻ. 2 പപ്പടവും കൂടി വെച്ചിട്ടുണ്ട്. പപ്പടം ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പപ്പടം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ചെറിയ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക്